ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള മഞ്ഞിലൂടെയുള്ള നടത്തം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിൽ ത്രസിപ്പിക്കുന്ന അനുഭവം പകരുന്ന ക്ലിഫ് വാക്ക് എന്ന റോപ്പ് ബ്രിഡ്ജിലൂടെയുള്ള ഒരു നടത്തമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനലിൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ടിറ്റ്ലിസ് ക്ലിഫ് വാക്ക് മഞ്ഞ് അടിഞ്ഞ മലയിടുകൾക്ക് മുകളിലൂടെയുള്ള ഒരു സാഹസിക യാത്ര. ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിൽ ത്രസിപ്പിക്കുന്ന അനുഭവം പകരുന്ന ക്ലിഫ് വാക്ക് എന്ന റോപ്പ് ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സസ്പെൻഷൻ ബ്രിഡ്ജായി പേരെടുത്താണ്. 3041 മീറ്റർ 17 അടി ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ പാലം സ്വിസിന്റെ മഞ്ഞുപാളികൾക്കിടയിലൂടെ അനവധി സന്ദർശകരെ ആകർഷിക്കുകയാണ്. തീവ്രമായ ഭയവും അതിശയകരമായ സൗന്ദര്യവും കൈകോർത്ത് നിൽക്കുന്ന ഈ യാത്രയ്ക്ക് തുല്യമായ മറ്റൊരനുഭവം ലോകത്ത് കുറവാണ്. ഇതിൽ കയറുമ്പോഴത്തേനും ഈ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും. അപ്പോൾ നമുക്ക് കൈ പിടിച്ചുകൊണ്ടാണേലും പോകാൻ പാടാ. അതിൻ്റെ കൂടെ കയ്യിൽ ക്യാമറ കൂടെ വെച്ചുകൊണ്ട് പോകാൻ അതിലും ബുദ്ധിമുട്ടാണ്. ലോകമെമ്പാടുമുള്ള റോപ്പ് ബ്രിഡ്ജുകൾക്ക് മുകളിൽ ടിറ്റ്ലിസ് ക്ലിഫ് വാക്ക് 2012 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്താണ്. 100 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഈ പാലം മഞ്ഞിൽ പൊതിഞ്ഞ ആൽപ്പുകളുടെ കാഴ്ചയ്ക്കിടയിലൂടെ സഞ്ചാരികളെ ഒരു സ്വപ്നലോകത്തേക്ക് കൊണ്ടുപോകും. സാധാരണ മഞ്ഞ് വീഴുന്ന കാലാവസ്ഥയിലും കാറ്റ് ശബ്ദത്തോടെ പാലം കുറച്ച് കുലുങ്ങുന്നതും സഞ്ചാരിയുടെ ഉള്ളിൽ ചെറിയൊരു രസവും പ്രകൃതിയുടെ മഹത്തായ കാഴ്ചയുടെ വലുപ്പം അനുസരിച്ചുള്ള അത്ഭുതവും സൃഷ്ടിക്കും. ബ്രിഡ്ജിൽ നിന്നുള്ള വിസ്മയകരമായ കാഴ്ചകൾ. ക്ലിഫ് വാക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വെളുത്ത മഞ്ഞുപാളികളെ മൂടിയ ആൽപ്പുകളുടെ മലനിരകൾ കാണാം. താഴേക്ക് 500 മീറ്റർ വരെ മഞ്ഞ് മൂടിയ പാറകൾക്ക് മുകളിൽ കാണപ്പെടുന്ന ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ച ഒരു കാര്യത്തിൽ തീർച്ചയായും ഞെട്ടിപ്പിക്കും. വെളുത്ത മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ ആഴത്തിൽ താഴ്ന്ന ഗ്ലേഷ്യർ മഞ്ഞുപാളികൾ ഒരു മിന്നുന്ന ഒരു കാഴ്ചയാണ്. നേരി കാറ്റടിച്ചാൽ മഞ്ഞിൻ്റെ പൊടികൾ വായുവിൽ പരത്തി പ്രകൃതിയുടെ ത്രസിപ്പിക്കുന്ന മഹത്തായ പ്രകടനം കാണാൻ പറ്റും. ഇത്രയും നേരം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് നമുക്കിതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത്. താഴേന്ന് ഇങ്ങനെ ഈ മേഘങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ക്ലിയർ ആവുകയല്ല, നമുക്ക് കാണാനും ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും മേഘങ്ങൾ പാലത്തിന്റെ താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു സ്വർഗീയ വിശാലതയാണെന്ന് തോന്നിപ്പിക്കും. ആ സമയത്ത് നമ്മൾ മേഘങ്ങളുടെ മുകളിൽ നടക്കുകയാണോ എന്ന ചിന്ത മനസ്സിൽ നിറയും. ടിറ്റ്ലിസ് ക്ലിഫ് വാക്ക് കാണുമ്പോൾ ആദ്യമായി പലരിലും ഭയം തോന്നിയേക്കാം. എന്നാൽ ഒരുപക്ഷെ ആ ഭയവും സാഹസത്തിന്റെ ഭാഗമാണെന്ന് സഞ്ചാരികൾ സമ്മതിക്കും. തികച്ചും സുരക്ഷിതമായ പാലമെങ്കിലും താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വിറയലുണ്ടാക്കും. അവിടേക്കുള്ള കാറ്റിന്റെ ശബ്ദവും തടസ്സമില്ലാതെ താഴേക്കുള്ള ദൃശ്യങ്ങളും ആ അനുഭവം ഓർമ്മയിൽ നിലനിൽക്കുന്ന സ്വപ്നമായി മാറും. പല സന്ദർശകരും ഈ ചില നിമിഷങ്ങൾ താലോലിച്ച് സ്വയം ചിത്രങ്ങളെടുത്ത് അത്ഭുതകരമായ മുഹൂർത്തങ്ങൾ പകർത്തും. ഈ സ്ഥലത്ത് ചുറ്റും പർവ്വതങ്ങളിലെ മഞ്ഞിനോട് ചേർന്നുള്ള നിൽപ്പ് അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. ടിറ്റ്ലിസിലെ ക്ലിഫ് വാക്ക് സന്ദർശിക്കുന്നത് ഏറ്റവും നല്ലത് മഞ്ഞുവീഴ്ച കുറവുള്ള കാലങ്ങളിലാണ്.
ഇടയ്ക്ക് മഞ്ഞുവീഴ്ചയുടെ പകലുകളിൽ പാലത്തിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കുറഞ്ഞു പോകുന്ന സമയമുണ്ടാകാം. എന്നിരുന്നാലും പൂർണ്ണമായും മഞ്ഞും മേഘങ്ങളും മൂടിയ ഒരവസ്ഥ പോലും അതിൻ്റെ സ്വന്തം സൗന്ദര്യം നൽകുന്നു. മഞ്ഞ് തട്ടി വീഴുന്ന ശബ്ദവും സ്വച്ഛമായ പ്രകൃതിയുടെ ഒരു സംഗീതം പോലെ അനുഭവപ്പെടും. മഞ്ഞ് പെയ്യുന്ന സമയത്താണെങ്കിൽ ഇത്രയും പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് മഞ്ഞും കാറ്റോടെ വരുമ്പം നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കും ഇതിലൂടെ നടക്കുമ്പോഴത്തേനും. ഇവിടെ മൂലയിൽ നിന്ന് ആൾക്കാർ ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പുകൾ എടുത്തെടുത്ത് മാറി പുറകോട്ട് തിരിച്ചു പോവുകയാണ്. ക്ലിഫ് വാക്ക് കഴിഞ്ഞ് മലയുടെ മറ്റൊരു ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ആൽപ്പുകളുടെ അതിപ്രശസ്ത മഞ്ഞുകുന്നുകളും അതിരറ്റ ആകാശവും ഒരുമിച്ച് പെയിന്റ് ചെയ്ത കാഴ്ച ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വിജയം പ്രകൃതിയുമായി ചേർന്നുള്ള ഒരിടം കണ്ടെത്തിയെന്ന തോന്നലാണ് നൽകുന്നത്. നമ്മളിങ്ങനെ ആ പർവ്വതങ്ങൾ ഇങ്ങനെ പരന്ന് ആ കൂർത്ത ഭാഗങ്ങളിലെല്ലാം നിറയെ മഞ്ഞുകൾ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുന്നത് വളരെ ഭംഗിയുള്ള കാര്യമാണ്. അതിനെല്ലാം ഇടയിൽ ഈ പോക്കറ്റ്സ് പോലെ ഗർത്തങ്ങളുണ്ട്. ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ പർവ്വതാരോഹകരൊക്കെ പലരും ഗർത്തങ്ങളിൽ വീണുമൊക്കെ മരിച്ചു പോകുന്നത്. ടിറ്റ്ലിസ് ക്ലിഫ് വാക്ക് എന്ന സാഹസിക യാത്ര ഓരോ സന്ദർശകനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായി കാണേണ്ട ഒരനുഭവമാണ്. സാഹസികത, പ്രകൃതിയുടെ മഹിമ, മനോഹര കാഴ്ചകൾ എന്നിവയൊക്കെ ഒന്നിച്ച് ഇവിടെ ലഭിക്കുന്നു. ഒരു നിമിഷം നമ്മെ അത്ഭുതത്തിൽ മുക്കുന്ന ഈ റോപ്പ് ബ്രിഡ്ജ് യാത്ര മഞ്ഞു മൂടിയ ആൽപ്പുകൾക്ക് മുകളിൽ ഒരുപക്ഷെ സ്വർഗീയമായ സ്വപ്നം പോലെ അനുഭവപ്പെടും. നമ്മൾ ക്ലിഫ് വാക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി. ഇനി ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഐസ് ഫ്ലയറിൽ യാത്ര ചെയ്യുക, രണ്ട് ഗ്ലേഷ്യർ പാർക്ക് പോവുക. ഇതാണ് ഐസ് ഫ്ലയർ പോകുന്നത്. ഇതിൽ കയറിയിരുന്നത് അത് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാർ പോലത്തെയാണ്. അപ്പോൾ അത് ഈ കുറച്ചുകൂടി താഴ്ന്ന നമുക്ക് ഈ മഞ്ഞിനകത്തൂടെ എല്ലാം പോകാം. പക്ഷേ ഈ ഒന്നാമത് ഇപ്പം ഈ സമയമായപ്പോഴത്തേനും പതിയെ മഴക്കാരൊക്കെ കയറി മഞ്ഞ് വീഴാൻ തുടങ്ങി. ഇതാണ് ഗ്ലേഷ്യർ പാർക്ക് എന്നുള്ളത്. ഈ ഗ്ലേഷ്യർ പാർക്ക് വേനൽക്കാലത്ത് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പോയ സമയത്ത് ഗ്ലേഷ്യർ പാർക്ക് ഓപ്പൺ അല്ല. ഐസ് ഫ്ലയർ മാത്രമേ ഇപ്പം പറ്റുള്ളൂ. പക്ഷേ ഐസ് ഫ്ലയറിൽ നമ്മൾ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നാമത് ഈ ചെറുതായിട്ട് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മഴക്കാറുണ്ട്. അപ്പം താഴേന്ന് പതിയെ മഴക്കാർ കയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ മഞ്ഞിനോട് ചേർന്ന് വലിയ പൊക്കമില്ലാതെയാണ് പോകുന്നത്. അപ്പം നമുക്ക് കൂടുതലും മഞ്ഞിനെ അനുഭവിക്കാൻ വേണ്ടി ആണ് ഈ ഐസ് ഫ്ലയർ എന്നുള്ള യാത്ര വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അത് ഓപ്പൺ ആണ്. അതേസമയം നമ്മൾ പോകുന്ന കേബിൾ കാർ എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് ആ തണുപ്പിൻ്റെ കാറ്റിൻ്റെ ഒന്നും നമുക്ക് അത് കേബിൾ കാറിനകത്ത് കയറി അതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം മഞ്ഞിനകത്ത് കുളിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 13 എപ്പിസോഡായിട്ടാണ് നമ്മുടെ ഈ ടിറ്റ്ലിസ് യാത്ര തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് 13 12 എപ്പിസോഡോടുകൂടി നമ്മുടെ ഈ ടിറ്റ്ലിസ് യാത്ര തീരുവാണ്. ടിറ്റ്ലിസിലെ കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ മടക്കയാത്രയാണ്. ടിറ്റ്ലിസിലെ നമ്മൾക്ക് കിട്ടിയ എല്ലാ അനുഭവങ്ങൾക്കും
നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മടക്കയാത്ര ക്ക് തയ്യാറെടുക്കുകയാണ്. താഴേന്ന് ഈ മഞ്ഞ് കയറി വരുന്നുണ്ട്. ഇപ്പം കുറേശ്ശെ പെയ്യാൻ തുടങ്ങി. ദേഹത്തൊക്കെ ചെറുതായിട്ട് അതിൻ്റെ മഞ്ഞ് കണങ്ങൾ വീഴാൻ തുടങ്ങി. അപ്പം ഇനി ഈ അങ്ങനെയുള്ള ക്ലൈമറ്റിൽ തണുപ്പ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പതിയെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഈ വീഡിയോ എല്ലാം സഹകരിച്ച എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വേറൊരു സീരീസിലെ വീഡിയോ ആയിട്ട് വരുന്നു. അവിടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.